നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തു. നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് പോവാം. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞാൽ കുറച്ചും കൂടി കണ്ടന്റ് ഉള്ളത് മൊഡ്യൂൾ 2ലാണ്. മൊഡ്യൂൾ 3യും 4 ഒക്കെ നമുക്ക് അത്യാവശ്യം എളുപ്പമാണ്. ജസ്റ്റ് ഇത്രയും ടൈം എടുക്കില്ല, നമുക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എല്ലാ മൊഡ്യൂളും ഈക്വൽ വെയിറ്റേജ് ആണ്, അത് നിങ്ങൾക്കറിയാലോ. അപ്പം എല്ലാത്തിനും നമ്മൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനി ഫോം ചെയ്യുന്നിടം വരെ എത്തി. ഓക്കെ, നമ്മൾ ഫോം ചെയ്തു. നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് നമ്മൾ അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകാം. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ പ്രോബ്ലം സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ടൂൾ ഫോർ റിഫൈനിങ് എന്റർപ്രണൽ ഐഡിയാസ് അലൈനിങ് ദം വിത്ത് മാർക്കറ്റ് റിയാലിറ്റീസ്. അതായത് ഒന്നുമില്ല, നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ കാണുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ യൂസറിൻ്റെ നീഡ്സ്, അതായത് കസ്റ്റമറിൻ്റെ നീഡ്സ് ഒക്കെ വെച്ച് നമ്മളുടെ വാല്യൂ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻ്റെ വാല്യൂ, അതിനെ വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരു വേ ഓഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അതൊരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിതിലെ ഓരോ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോബ്ലം സൊല്യൂഷൻ ക്യാൻവാസ്? ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബ്ലം സൊല്യൂഷൻ ക്യാൻവാസ്? അതെന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ആയിട്ടുള്ളൊരു, അതായത് ഇതാണ് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അതായത് ഈ പറയുന്ന പ്രോബ്ലംസ് നമ്മൾ യൂസറുമായിട്ട് എന്താണ് പ്രോബ്ലംസ് വരുന്നത്, ഒരു യൂസറിന് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഐഡിയ പ്രപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഐഡിയ നമ്മൾ പ്രൊഡക്റ്റായി വരുമ്പോൾ ഈ പറയുന്ന പോലെ യൂസറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും അത് കണ്ടുപിടിക്കുക, അതിനെ വെച്ച് നമ്മൾ റിഫൈൻ ചെയ്യുക. അതാണ് നമ്മുടെ യൂസർ. ഓക്കെ, അതാണ് നമ്മുടെ മോട്ടീവ്. ഓക്കെ, അപ്പം അതിൻ്റെ കോമ്പറ്റീഷൻ, അതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ഈ ഓരോ നമ്മുടെ ഐഡിയനെ വാല്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു പ്രോബ്ലം സൊല്യൂഷൻ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ പ്രോബ്ലം എഴുതി അതിന് നമ്മൾ പോസിബിളായിട്ട് പല സൊല്യൂഷൻസ് ആലോചിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ സൊല്യൂഷൻസിനെ പിന്നെ നമ്മൾ റിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന് അവസാനം നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കസ്റ്റമർ നീഡ്സ് അസസ്മെൻറ്റ് എന്നാണ് നമുക്ക് പറയാം. അതായത് നമ്മൾ കസ്റ്റമറിൻ്റെ നീഡ്സ് മനസ്സിലാക്കുന്നു. സിമ്പിളാണ്. നിങ്ങൾ ആ സിലബസ് എടുത്ത് അതിലേക്ക് ഒന്ന് വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ഒന്നും പഠിക്കാതെ പോയി എഴുതിയാൽ നിങ്ങൾക്ക് പാസ്സാവും. നിങ്ങൾ വീഡിയോ കൂടി കണ്ടാൽ മതി, നിങ്ങൾക്ക് എല്ലാം സെറ്റാവും. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ നീഡ്സ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സർവേ നടത്തും. സർവേ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, നമുക്ക് മാനുവലായിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുന്നു. ഓക്കെ, ഇനി അതേപോലെ ഇൻ്റർവ്യൂസ് നടത്താം, കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമുക്ക് വിളിക്കാം. അല്ല, നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് നമ്മളെ ആൾക്കാരെ തിരിച്ച് നമുക്ക് അവരുടെ പെയിൻ പോയിന്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് യൂസറിൻ്റെ പ്രോബ്ലംസിനെയാണ് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ ഈ പറയുന്ന പെയിൻ പോയിന്റ്സ് എന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോട്ട്സ്, ലിങ്കിൻ്റെ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. നമ്മൾ കസ്റ്റമറിൻ്റെ ബിഹേവിയർ, പ്രിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കസ്റ്റമർ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മനസ്സിലാവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളൊരു ടോപ്പിക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മളത് ആ പ്രോബ്ലം എന്താണ്, ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാറാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇന്നോവേഷൻ എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ, കസ്റ്റമർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് നമ്മളെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് കസ്റ്റമർ നീഡ് അസസ്മെൻറ്റ്. then നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വലിയൊരു മാർക്കറ്റാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുക. അതായത് നമ്മൾ കാറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് എന്തോരം ഭീമന്മാരുള്ളൊരു സ്ഥലമാണ്. റോൾസ് റോയ്സ് മുതൽ താഴെ ഏറ്റവും താഴെയുള്ള മാരുതി 800 വരെ. ഇപ്പോൾ മാരുതി 800 ഇല്ല, പക്ഷേ അവിടെ വരെയുള്ള ഒരു വലിയ മാർക്കറ്റിലേക്ക് നമ്മളുടെ കാറ് എന്ത് ബേസിസിലാണ് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ തരംതിരിക്കുക. ഓക്കെ, അതിനെ പറയുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. സിമ്പിൾ അല്ലേ? അപ്പം ഇത് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ പേരാണ് നിങ്ങൾക്ക് മനസ്സിൽ കിട്ടത്തില്ല. അതൊക്കെ ഈ ഡെമോഗ്രാഫിക് ഉണ്ട്, ജിയോഗ്രാഫിക് ഉണ്ട്, സൈക്കോഗ്രാഫിക് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക്കിൻ്റെ എക്സാമ്പിൾ എന്താ, അത് എന്തിൻ്റെ ബേസിസിലാണ്? ഇപ്പോൾ ഏജ്, ജെൻഡർ, ഇൻകം, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഡിവൈഡ് ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന 2 എക്സാമ്പിൾ പറയാം. എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയ് ആണ്. കിൻഡർ ജോയ്ക്ക് നമുക്ക് ജെൻഡറിൻ്റെ ബേസിസിൽ അവർ 2ആയിട്ട് കസ്റ്റമേഴ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് അവർ മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്ട്സ് ഇൻവെൻറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് കിൻഡർ ജോയ് ആണ്. ഓക്കെ, കിൻഡർ ജോയ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. നിങ്ങൾക്കറിയാൻ തോന്നുന്നു നടരാജ് എന്ന് പറഞ്ഞ പെൻസിൽ
നഗരാജ് ആൻഡ് അപ്സറ. ഈ രണ്ട് പെൻസിലും ഒരേ കമ്പനിയുടെയാണ്, ഹിന്ദുസ്ഥാൻ പെൻസിൽസ് എന്ന് പറഞ്ഞവരുടെ ആണ്. പക്ഷേ അവർ രണ്ടുപേരും ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പിനെയാണ്. അതെന്തിൻ്റെ ബേസിസിലാണ്? ഇൻകമിൻ്റെ ബേസിസിലാണ് അല്ലേ. കുറച്ച് നഗരാജ് എന്ന് പറയുമ്പോൾ കുറച്ച് പാവപ്പെട്ടവരുടെ ഒരു പെൻസിൽ എന്നുള്ള രീതിക്കാണ്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ. അതേസമയം അപ്സറ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയമാണ്. അത് ഒരു പെൻസിലിൻ്റെ ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആണ്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫോണിൻ്റെ കമ്പനി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയൽമി, ഓപ്പോ ഇതുപോലത്തെ കമ്പനിയൊക്കെ വരുന്നത് ഒരു BBK മൊബൈൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരൻറ്റ് കമ്പനിയാണ്, ചൈനയിലുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ കീഴിലാണ്. ഇതിൻ്റെ കീഴിൽ തന്നെയാണ് ഈ പറയുന്ന റിയൽമി, ഓപ്പോ, ഈ പറയുന്ന വിവോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ചൈന കമ്പനി, OnePlus ഇതെല്ലാം വരുന്നത്. പക്ഷേ അവർ ഓരോ സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. OnePlus ഒക്കെ പണ്ട് കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവലിലായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ഓപ്പോ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? കുറച്ചും കൂടി ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരെ, അങ്ങനെ ഒരു രീതിയിലാണ്. ഓക്കെ. ഇനി അതേപോലെ ജിയോഗ്രാഫിക്കായിട്ട് നോക്കുവാണെങ്കിൽ റീജിയൻ, ക്ലൈമറ്റ്, പോപ്പുലേഷൻ അങ്ങനത്തെ ഉള്ളവരെ ബേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഒരു ജുവലറിയുടെ പരസ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സീമാട്ടിയുടെ പരസ്യമോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന പരസ്യമല്ല, ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു തുണിക്കടയിൽ അവരുദ്ദേശിക്കുന്നത്. കാര്യം നമ്മുടെ ഇവിടെ മുണ്ട് ഷർട്ടും ആണെങ്കിലും അവിടെ അവർ ഈ പറയുന്ന പോലെ കുറച്ചും കൂടി എന്താ പറയുന്ന ഈ പറയുന്ന പോലെ കുർത്താസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ തിരിക്കുന്നതിനാണ് ജിയോഗ്രാഫി. ജിയോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീജിയൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ബേസ് ചെയ്തായിരിക്കും. ഇത് പറയുമ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ വാല്യൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഡേറ്റിംഗ് ആപ്പ് തുടങ്ങുക. ഈ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നതൊക്കെ. മീൻസ് നമ്മൾ അവിടെ എഴുതിയിട്ടാണ് നമുക്ക് ലൈഫിൽ നിന്ന് എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് തുടങ്ങിയപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്ന എന്തായാലും ഒരു 18 മുതൽ ഒരു 25 വരെയുള്ളവയാണ്. ഒരിക്കലും ഗ്രേറ്റർ ദാൻ ഒരു 50 വരെയുള്ളവരെ ഫോക്കസ് ചെയ്യുമോ? ഇല്ല. അത് എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? അത് ഏജിൻ്റെ ബേസിസിൽ നമുക്കിത് പറയാം. അതെല്ലാം നമുക്ക് വാല്യൂസിൻ്റെ ബേസിസിൽ പറയാം. കാര്യം നമുക്ക് ഒരിക്കലും ഒരു 50 വയസ്സിന് മേളിലുള്ള ഇപ്പോഴത്തെ ജനറേഷനുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു ഭാര്യനെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് പറ്റില്ല. ഓക്കെ, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു വാല്യൂസ് കൊടുക്കുന്നുണ്ട് ഓരോന്നിനും. ഓക്കെ. അതേപോലെ തന്നെ ബിഹേവിയർ, അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ബൈ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു മാർക്കറ്റ് ഒരു സെഗ്മെൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് പല രീതിയിൽ സെഗ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ നമ്മളൊരു 4 ബിഹേവിയറാണ്. ഓക്കെ. നമ്മൾ 4 രീതിയിലുള്ളത് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിങ്ങളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ ചെയ്യണം. ആദ്യമേ ജനറലായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്താ ആദ്യമേ എഴുതേണ്ടത്? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ച് ഒരു 4 മാർക്ക് ചോദ്യം ചോദിച്ചു. ആദ്യമേ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് എഴുതുക. ഓക്കെ. പിന്നെ നിങ്ങൾ ജനറലായിട്ടൊരു ഐഡിയ പറയാം. ജനറലായിട്ട് ഈ പറയുന്ന പോലെ എന്തിനാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഈ പറയുന്നത് നമുക്ക് ഓരോ ആൾക്കാരെ മനസ്സിലാക്കിയാൽ നമുക്ക് അവരുടെ ബേസിസിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ പരിഹരിക്കാൻ പറ്റും. ഇനി അതെല്ലാം പുതിയ മാർക്കറ്റിൽ പുതിയ നീഡ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതിലെ കൂടി ഇവരുടെ ഓരോരോ പാറ്റേൺസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്കത് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചോദിച്ചു, പിന്നെ നമ്മളൊരു ടൈപ്സ് ചെയ്താൽ ടൈപ്സ് നിങ്ങൾക്ക് ഓരോന്ന് എടുത്തിട്ട് ഓരോ പോയിന്റ് ആയിട്ടിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പറയുന്ന പോലെ സൈക്കോഗ്രാഫി, ബിഹേവിയർ, ഡെമോഗ്രാഫിക്, ജിയോഗ്രാഫിക്ക് നമ്മൾ എഴുതി. ഇത് നമുക്ക് ആദ്യമേ ജനറലായിട്ടൊരു ഐഡിയ പറയാം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്. ദെൻ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പർട്ടിക്കുലറായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൊടുക്കാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വാല്യൂ പ്രപ്പോസിഷൻ. അപ്പോൾ എന്താണ് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പിടിയില്ലാത്തവരുണ്ട്. എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. എ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യുണീക്ക് ബെനിഫിറ്റ്സ് ഓഫ് യുവർ സൊല്യൂഷൻ. എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല. അതായത് ഞാൻ ഒരു 100 രൂപയ്ക്ക് ഒരു പെൻസിൽ വിൽക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് ആ പെൻസിൽ മേടിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എന്നെ ബാക്കി 5 രൂപയ്ക്ക് കിട്ടുന്ന പെൻസിലുമായിട്ട് വ്യത്യസ്തനാക്കുന്ന എന്താണ്? അതായത് ഞാൻ പറയുന്ന യുണീക്ക് ബെനിഫിറ്റ്. ഓക്കെ. അതാണ് നമ്മൾ പോയിരിക്കുന്നത്. അതിന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് വാല്യൂ പ്രപ്പോസിഷൻ. അപ്പം ഈ ഒരു നല്ല വാല്യൂ പ്രപ്പോസിഷൻ വേണ്ട എലമെൻറ്റ്സ് ആണ് പറയുന്നത് റെലവൻസ് ആയിരിക്കും. അത് കസ്റ്റമറുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കണമല്ലോ. ഓക്കെ. പിന്നെ ഒരു വാല്യൂ ഉണ്ടാവും. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഡിഫറൻസിയേഷൻ വേണം. നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കാം, BMW എന്ന് പറയുന്ന സാധനം കുറച്ചൊരു ഡ്രൈവർ ഫോക്കസ് ആയിട്ട് ചെയ്തത്. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് BMW ഉദ്ദേശിക്കുന്നത്. അതേസമയം ബെൻസ് എന്താ? ബാക്ക് സീറ്റിൽ ഇരുന്ന് പോകാനൊക്കെ ആലോചിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ. ഞാൻ ജനറലായിട്ടുള്ള ഐഡിയ ആണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് 2 പേർക്കും പല ടൈപ്പിലുള്ള വണ്ടീസ് ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇതാണ് നമ്മൾ ഒരു വാല്യൂ പ്രപ്പോസിഷൻ ക്യാൻവാസ് ആണ്. നമുക്ക് ആവശ്യമില്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ആണ് ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റീവ് അനാലിസിസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ്.
നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ മാർക്കറ്റ് സ്ട്രാറ്റജീസ് അറിഞ്ഞാൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കോമ്പറ്റീറ്റർ ആവത്തുള്ളൂ. നമ്മളുടെ പ്രൊഡക്റ്റിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റും. അവർക്ക് എന്തിലൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നേക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അവർക്ക് എന്തെങ്കിലും കാര്യം അവർ ചെയ്തു, അത് പരാജയപ്പെട്ടു പോയാൽ നമുക്ക് അവരുടെ ട്രെൻഡ്സ് മനസ്സിലാവും. അതായത് ഇന്ന കാര്യം, അതായത് ഞാനിപ്പം ഒരു 100 രൂപയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു പെൻസിൽ ഇറക്കി അവർ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഏകദേശം ഒരു ഫീച്ചേഴ്സൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷേ ഇറക്കി ആരും മേടിച്ചില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വളരെ ഒരു തോൽവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇറക്കിയിട്ട് കാര്യമില്ല, അത് അത്യാവശ്യം ഒരു ശോകമാണ്. അപ്പം നമുക്ക് അതിൽ തന്നെ എന്തെങ്കിലും പുതിയൊരു റിഫൈൻമെൻ്റ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് SWOT അനാലിസിസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. അതുപോലെ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പയർ ചെയ്യാം ബാക്കിയുള്ളവരുമായിട്ട്. ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിച്ചത് എന്താ, ഞാനിപ്പോൾ 100 രൂപയ്ക്ക് ഒരു പെൻസിൽ വിൽക്കാന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ല. അതേസമയം ഞാൻ ഒരു പേനേൻ്റെ വില എത്രയാണ് നിങ്ങൾക്കറിയാവുന്ന, ഒരു പേനയുടെ വില ഒരു 10 രൂപ, ആവറേജ് ഒരു 10 രൂപയുടെ പേനയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് അതൊരു 20 രൂപ വരെ പോകണം. ഇതിന് മേളിൽ വരുമ്പോൾ അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അല്ല. ഓക്കെ, അതാണ് ഈ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിച്ചത്. ഒരു ആവറേജ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു പേന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 10 രൂപ. ഓക്കെ, അപ്പം ഇത് ഈ പറയുന്ന SWOT അനാലിസിസ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ആപ്പിൾ അറിയാലോ, ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ, ആപ്പിൾ നമുക്കറിയാം അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വീക്ക്നെസ് എന്ന് പറയുന്നത് ഹൈ പ്രൈസസ് ആണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണ്. ഈ പറഞ്ഞ പോലെ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ടഫ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ബ്രാൻഡ് എക്സ്പ്രഷൻ ആണ് സ്ട്രെങ്ത്. ആപ്പിളിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാവുന്നേ ഉള്ളൂ. അപ്പം ഈ മാക്സിമം കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന യുണീക്ക് ആയിട്ട് തോന്നുന്ന എക്സാമ്പിൾസിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാം, പക്ഷെ നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് പറയുന്നതാണ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി. നമുക്ക് 3 തരത്തിൽ നമുക്ക് മെയിനായിട്ട് എൻട്രി ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരെ അങ്ങ് ഇറങ്ങുവാണെങ്കിൽ. അതേസമയം പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക ആലോചിക്കേണ്ടത്, ഈ പറയുന്ന സ്പോട്ടിഫൈയുടെ കാര്യം നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ ഈ സ്ലൈഡ് തന്നെ യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമ്മൾ അഡീഷണൽ എക്സാമ്പിളൊക്കെ സൈഡിൽ എഴുതി പോകുന്നുണ്ടെന്നാണ്. ഓക്കെ, ഈ പാർട്ണർഷിപ്പായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ പണ്ട് സാംസങ് ഫോണുകളിൽ ഈ പറയുന്ന സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുമായിരുന്നു, ലൈക്ക് ആഡ് പോലെ. അപ്പോൾ അത് ഇൻഡയറക്റ്റ്ലി അത് ഒരു പാർട്ണർഷിപ്പാണ്. ഓക്കെ, ഇൻഡയറക്റ്റ്ലി അല്ല, ഡയറക്റ്റ്ലി തന്നെ പാർട്ണർഷിപ്പാണ്. പക്ഷേ നമ്മൾ അങ്ങനെയാണ് സ്പോട്ടിഫൈ അത് ഫേമസ് ആയത്. ഓക്കെ, ഇതേപോലെ ഇപ്പോഴും നിങ്ങളൊരു ചൈനീസ് ഫോൺ മേടിച്ചാൽ ഒരുപാട് ആപ്പ് അതിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഒരു മാർക്കറ്റ് എൻട്രി ഓപ്ഷനാണ്. സ്പോട്ടിഫൈ ഇങ്ങനെയാണ് ലോഞ്ച് ചെയ്തത്, ഇങ്ങനെ തന്നെയാണ്. സാംസങ്ങിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാമ്പിളായിട്ട് ഓർക്കാം. ഡയറക്റ്റ് നമുക്ക് പ്രത്യേകിച്ച് എക്സാമ്പിൾ പറയാനൊന്നുമില്ല. നമുക്ക് നേരെ പോയി മാർക്കറ്റിലേക്ക് കയറുകയെന്നേ ഉള്ളൂ. ഫ്രാഞ്ചൈസിങ് അല്ലെങ്കിൽ ലൈസൻസിങ് എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന പോലെ നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ എടുത്തിരുന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങളിവിടെ സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊക്കെ ഓർക്കാം. ഓക്കെ, എങ്ങനെയാണ് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ റിസർച്ച് ചെയ്യുക, നമ്മുടെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, പൊസിഷൻ ചെയ്യുക. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട. നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഈ പറയുന്ന പോലെ ഈ വേർഡുകളൊക്കെ പഠിച്ചു നോക്കുക. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല. ചുമ്മാ പോലെ ഗ്യാസ് അടിച്ചു വിടരുത്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് എൻട്രി ഒരു സ്റ്റെപ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് അസസ്മെൻറ്റ് നടത്തി, കോമ്പറ്റീറ്റീവിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തി. പറയുന്ന പോലെ പലതരത്തിലുള്ള മാർക്കറ്റിൽ പല കാര്യങ്ങളുണ്ടാകുമല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് നമ്മൾ അനലൈസ് ചെയ്തു. നമ്മൾ ഈ പറയുന്ന പോലെ ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ നടത്തി മാർക്കറ്റ് എൻട്രി ഓപ്ഷൻസ് നമ്മൾ അന്വേഷിക്കുന്നു. ഈ പറയുന്ന പോലെ മാർക്കറ്റിലേക്ക് പോകും. മാർക്കറ്റിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന ഈ മെത്തേഡ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ മാർക്കറ്റ് വാലിഡേഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സിമ്പിളല്ലേ, നമ്മൾ ഇറങ്ങുന്ന മാർക്കറ്റ് എന്തോരം ഉണ്ട്, അല്ലെ അതിൻ്റെ സ്കെയിൽ എത്രയാണെന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങി എന്ന് വിചാരിക്കാം. ഞാനൊരു നേഴ്സറി തുടങ്ങി, ഒരു LKG UKG ഉദ്ദേശിക്കുന്ന ഒരു നേഴ്സറി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ നേഴ്സറി തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെയാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരായാലും ഈ പറയുന്ന പോലെ അടുത്തുള്ള പിള്ളേർ ഒരു 100 പേരുണ്ട്. ഈ 100 പേര് വന്നു കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ വെച്ച് മേടിച്ച് കഴിഞ്ഞാൽ 100 പിള്ളേരുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാം എന്ന് കണക്ക് കൂട്ടി നോക്കാത്തവരായിട്ട് ആരുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കുക, മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അതിനെ പറയുന്നതാണ് മാർക്കറ്റ് വാലിഡേഷൻ. ഓക്കെ, അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ടെസ്റ്റിംഗ് ദ ഡിമാൻഡ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റാണ്. കാര്യം നമ്മൾ ഐഡിയ ഉണ്ടാക്കി അതിനെ സൊല്യൂഷൻ ആണല്ലോ, നമ്മൾ അവിടെ വരെ അങ്ങനെയല്ല ഓർഡറിൽ എത്തിയേക്കുന്നതാണല്ലോ. ഓക്കെ,
അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സർവേ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാം. പൈലറ്റ് പ്രോഗ്രാംസ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് നടത്തി നോക്കാം. അതായത് ഞാനിവിടെ ആദ്യമായിട്ടൊരു സ്കൂൾ തുടങ്ങുന്നതിന് പകരം ഞാൻ വേണമെങ്കിൽ ചെറിയ രീതിക്ക് ഒരു ട്യൂഷൻ വേണമെങ്കിൽ തുടങ്ങി നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് തുടങ്ങി നോക്കി അതിൽ ആൾക്കാർ വരുന്നുണ്ട്, എനിക്ക് എൻ്റെ ക്ലാസ് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ കൊള്ളാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് ഈ പറയുന്ന പോലെ സൈലം, പറയുന്ന പോലെ ബ്രില്യൻ പാല, ഇവരൊക്കെ നമുക്ക് നോക്കാം. ബ്രില്യൻ പാല അത്രയില്ല, പക്ഷേ സൈലം എഡിപ്പോർട്ട് ഇവരെ പോലുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെ കൊള്ളാം എന്നുണ്ടെങ്കിൽ അവർ പെയ്ഡ് ബാച്ചിലേക്ക് കയറുകയാണല്ലോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതാണ് പൈലറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന പോലെ നമ്മൾ മാർക്കറ്റിൽ ഈ പറയുന്ന മാർക്കറ്റിലെ ഗോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ മോക്കപ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളതിൽ പിന്നെ വരുന്നു, ആദ്യമത്തേക്ക് വരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ IPRൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ പേറ്റന്റ് ട്രേഡ് മാർക്കൊക്കെ എടുത്ത് വെക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈസൻസ്, പെർമിറ്റ്, ഫുഡ് ലൈസൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. PF, ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും നമുക്ക് ചെയ്തേണ്ടി വരും. ഇതിലേക്കൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് കസ്റ്റമർ പ്രൊഫൈലിംഗ്. കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് കസ്റ്റമറുടെ പ്രൊഫൈൽ. സിമ്പിളാണ്. നിങ്ങൾ ഓക്കെ കോമഡി ആയിട്ടല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ടാർഗറ്റ് കസ്റ്റമർ ഇൻ ഡീറ്റെയിൽ. അതായത് നമ്മളിപ്പോൾ പറയുന്നു, ഇപ്പോൾ ഞാനൊരു ഡേറ്റിംഗ് ആപ്പാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് 18 വരെ to 25 വരെ അല്ലെങ്കിൽ ഒരു 30 വയസ്സ് വരെയുള്ള ഉള്ളവരാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ അവരുടെ പാറ്റേൺസ് എന്താണ്, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു മെത്തേഡ്സ് ഒക്കെ എന്താണ്, അതായത് ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലിലേക്ക് അവർക്ക് വരാൻ താല്പര്യമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് പേരുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പറഞ്ഞാണ് കസ്റ്റമർ പ്രൊഫൈൽ. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ യൂസ് ടു പ്രോസസ് ടു ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിഫറൻസ് ആൻഡ് നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ്. അതായത് ഇപ്പോൾ പറയുന്ന പോലെ ഞാനൊരു പലചരക്ക് കട തുടങ്ങുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് തുടങ്ങുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഇന്നോവേഷൻ ഉള്ളൂ. അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു ഭാഗവും ടെക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു 18-20 വയസ്സ്, ഒരു 25 വയസ്സ്, 30 വയസ്സ് റേഞ്ചിലുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യും, നമ്മൾ ഓരോ മാർക്കറ്റിംഗ് പരിപാടികൾ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ പറയുന്നതാണ് കസ്റ്റമർ പ്രൊഫൈൽ. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള കസ്റ്റമർ ഒരു പ്രൊഫൈലിൻ്റെ ആയിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏജ് വേണം, ലൊക്കേഷൻ വേണം, ഹോബീസ് വേണം, ഈ പറയുന്ന പോലെ ചാലഞ്ചസ്, പർച്ചേസ് ഹാബിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻകമൊക്കെ ബേസിക് ആയിട്ടുള്ള വേണ്ട ഐഡിയാസ് ആണ്. നമുക്ക് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു ഫോം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു ആർക്കെങ്കിലും, അപ്പം അതൊരു ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ അവർ ബേസിക്കലി എന്നെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ച് ചോദിക്കും. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്യുക, എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുവാണ്. അപ്പം എൻ്റെ താല്പര്യങ്ങൾ ഇത് മനസ്സിലാക്കി എനിക്കനുസരിച്ചുള്ള ഒരു ഓഫറുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പം എബ്രോഡ് പോവാണ്, അപ്പോൾ ഈ പറയുന്ന പോലെ സാന്താമോണിക്കയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏജൻസിയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ പിന്നെ അവർ നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് അതിനെക്കുറിച്ച് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരാ ചെയ്യുന്നതാണ് ടാർഗറ്റ് മാർക്കറ്റ്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് കൂടുതൽ സെർച്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ മാർക്കറ്റ് റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിവ്യൂ ചെയ്യും. ഓക്കെ, അതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. മാർക്കറ്റ് റിസർച്ച് ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് ദി കസ്റ്റമർ പ്രൊഫൈൽ ബൈ പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ് ടു കസ്റ്റമർ ബിഹേവിയർ. നമ്മളിങ്ങനെ ഒരു മാർക്കറ്റിൽ റിസർച്ച് നടത്തി. അപ്പോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി പറഞ്ഞു. അതായത് കസ്റ്റമറിൻ്റെ ബിഹേവിയർ, പ്രിഫറൻസ്, കറണ്ട് ട്രെൻഡ്സ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇതുപോലത്തെ സാധനങ്ങളാണ് നിങ്ങൾ വേർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രൈമറി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ആൾക്കാരുടെ അടുത്ത് ഡാറ്റ മേടിക്കണം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുക. സെക്കൻഡറി റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പോലെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സ്റ്റഡി, നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അനാലിസിസ് ഒക്കെ വഴി എടുക്കുന്നു. നമ്മൾ എന്തിനാണ് മാർക്കറ്റ് റിസർച്ച് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ യൂസറിൻ്റെ നീഡ്, ഗ്യാപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുക.
ഇപ്പോൾ നിങ്ങൾ കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കുക, അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് സിലബസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ പറയുന്നത്. ഈ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റിൽ നമ്മൾ സ്മോളർ ആയിട്ടുള്ള മാനേജബിൾ ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റി നമ്മൾ അവരെ ഓരോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഡെമോഗ്രാഫിക്, ജിയോഗ്രാഫിക്, ഫിസിയോഗ്രാഫിക്, ഈ പറയുന്ന പോലെ ബിഹേവിയറുകൾ നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ ഇൻ്റർവ്യൂവിലൊക്കെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഇവരെ പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ഏതാണ് നമ്മൾ കസ്റ്റമറിൻ്റെ സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. ഞാനിവിടെ ഓൾറെഡി ഒരു ഇമേജ് കൂടി കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് കസ്റ്റമർ പ്രൊഫൈലിംഗ്. കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടിപ്പിക്കൽ കസ്റ്റമർ. ഓക്കെ, ഇപ്പോൾ ഒരു കസ്റ്റമറെ എടുത്തു. ഇയാളുടെ പേര് ഈ പറയുന്ന പോലെ ലിറ്റോ എന്നാണ്. ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഒരു സ്മോൾ ബിസിനസ് ഓണറാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മളോട് ഒരു കസ്റ്റമറിൻ്റെ ഒരു സാധനം ഉണ്ടാക്കാൻ ചോദിക്കില്ല. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? കസ്റ്റമർ പ്രൊഫൈലിംഗ് എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്താണ്, അങ്ങനെ ഒരു രീതിക്കായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ കാര്യം തിയറി ഇപ്പോൾ നമ്മൾ എഴുതി, അതിനുശേഷം നിങ്ങളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഇത് കൊടുത്താൽ ഒരു രസമായിരിക്കും. ഓക്കെ, ഈ ഗോൾസ് ചാലഞ്ച് ചെയ്യുക. നമുക്ക് ഇതാണ് ഇയാളുടെ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പം ഇതാണ് ആവറേജ്. നമ്മളിവിടെ പൈസയുടെ കാര്യമൊക്കെ നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇയാൾക്ക് എത്ര രൂപ സാധ്യതയുണ്ട്, ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എടുക്കുന്നു, അയാളുടെ വാല്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നു. ഈ പറയുന്ന പോലെ ബിഹേവിയറിൽ അതുപോലത്തെ നമ്മൾ പല കാര്യങ്ങൾ എടുക്കുന്നു. അതായത് ഒരു കസ്റ്റമർ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് ഒരു സംരംഭമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എനിക്കത് പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഞാൻ എത്ര പേരെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവറേജ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പേരുടെയെങ്കിലും ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ എത്ര പേരെങ്കിലും മേടിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. സെയിം സ്റ്റെപ്സ് നമ്മൾക്ക് എല്ലായിടത്തും സെയിമാണ്. പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഇൻസൈറ്റ് നമ്മളത് കമ്പൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വരുമായിരിക്കും പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്ത്, അതായത് നമുക്ക് റിയൽ ക്യാരക്ടേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല എന്നുള്ളൂ. മേ ബി റിയൽ ക്യാരക്ടേഴ്സ് വെച്ചും നമുക്ക് യൂസ് ചെയ്യാം. ഇതും സെയിം ഐഡിയ തന്നെയാണ്, അതായത് കസ്റ്റമറിൻ്റെ പ്രൊഫൈൽസ് കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ പറയുന്ന പോലെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം, ഈ പറയുന്ന പോലെ നമ്മുടെ പ്രോഡക്റ്റ് ഡിസൈനിൽ ഗൈഡ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മളൊരു പേര് കൊടുത്തു, ഏജ് കൊടുത്തു, ഈ പറയുന്ന പോലെ അയാളുടെ ഇൻട്രസ്റ്റ്, പെയിൻ പോയിന്റ്സ്, മെസ്സേജസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലൊക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് നമ്മൾ കമ്പോണൻസ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് പോസിബിളായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് ഈ പേഴ്സണായി കസ്റ്റമർ പ്രൊഫൈലിംഗ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്. അതായത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഒരു കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പറയുന്നത് പേഴ്സണൽ ഉണ്ടാക്കുന്നതെന്ന് പറയും. ഇതിനുള്ള ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, പേഴ്സണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സെമി ഫിക്ഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ അസച്ച് ആയിരിക്കും, അതുപോലെ തന്നെ, അതായത് ഒരു ഫാക്ടർ റബ്ബർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിഹേവിയർ, ഗോൾസ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ കസ്റ്റമർ പ്രൊഫൈലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് ഇൻകം, ലൊക്കേഷൻ, കൃത്യമായിട്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു അനാലിസിസിന് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വായിച്ചു നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഈ ഫോട്ടോ ഒക്കെ നമ്മൾ പേഴ്സണലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, ജനറലിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന പോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ CRM, അനലിറ്റിക്സ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് എടുത്തു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്ര പേര് വന്നാൽ ഇത്ര രൂപയ്ക്ക് എനിക്ക് സെയിൽസ് നടത്താം, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു ഇതിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കസ്റ്റമർ പ്രൊഫൈലിൽ ജനറൽ ഒരു ഐഡിയ ആണ്. ഓക്കെ, ഇത് പേഴ്സണാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വാല്യൂസ് നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അത് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മൾ സോൾവ് ചെയ്തു. അപ്പം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്തി, നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, എൻഷുവേഴ്സ് ദാറ്റ് ദി കസ്റ്റമർ പ്രൊഫൈൽസ് ആർ പേഴ്സൺസ് ആർ ആക്യുറേറ്റ് ആൻഡ് ആക്ഷണബിൾ. ഓക്കെ, അതായത് സിമ്പിളാണ്. ഈ പറയുന്ന പോലെ കസ്റ്റമേഴ്സിന് നമ്മൾ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെയാണ്, വർക്കിംഗ് ആണ് എന്ന് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് കണ്ടക്ട് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ സർവേ വിത്ത് റെപ്രസെൻറ്റേറ്റീവ് കസ്റ്റമർ. ഈ പറയുന്ന പോലെ ഇവരുടെ ഡാറ്റ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ ഫോക്കസ് റിസോഴ്സസ് ഓൺ മോർ പ്രോമിസിങ് കസ്റ്റമേഴ്സ്. അതായത് സിമ്പിളാണ്, നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് കസ്റ്റമേഴ്സിന് നമ്മൾ ടാർഗറ്റ് ചെയ്തെടുത്തു.
അപ്പോൾ ഇവരിൽ നിന്നും കുറച്ച് പ്രയോറിറ്റി ഉള്ളവരെ നമ്മൾ എടുക്കണം. അതാണ് ഈ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ മാർക്കറ്റ് സൈസ്, നമ്മൾ ഈ പറയുന്ന പോലെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാനിപ്പം ഒരു തിയേറ്ററാണ് ഞാൻ എൻ്റെ സംരംഭം എന്നെങ്കിൽ അതിൽ റെഗുലറായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് പേര്. ഓക്കെ, അതാണ് നോക്കുന്നത്. പിന്നെ റവന്യൂ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും, ഈ പറയുന്ന പോലെ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സെഗ്മെൻറ്റിലേക്ക് എനിക്ക് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെസ്സേജിങ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇവരിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് പറയുന്നതാണ് നമുക്ക് ടൈലർ മെസ്സേജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടാക്കി, അപ്പോൾ ഇവരിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ കിട്ടി, അപ്പോൾ നമ്മൾ അവരിലേക്ക് എത്തുകയാണ്. അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം? ചാനൽസ് ഓഫ് കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ഡിജിറ്റലായിട്ട് എത്തിക്കാം, ട്രഡീഷണലായിട്ട് നമുക്ക് എത്തിക്കാം. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ പ്രിന്റ്, TV ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് എത്തിക്കാം. ഈ പറയുന്ന പോലെ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഈ പറയുന്ന പോലെ മെയിലായിട്ട് നമുക്ക് ക്യാമ്പയിൻ അയക്കാം, ആഡ്സ് നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഗൂഗിളിലൊക്കെ നിങ്ങളൊരു സാധനം സെർച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും പിറ്റേ ദിവസം തൊട്ട് അതിൻ്റെ പരസ്യമായിരിക്കുമല്ലോ. എല്ലാം ബേസിക്കലി ഇത് തന്നെയാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോകാം കേട്ടോ. ഒരു പേപ്പറിലേക്ക് വരുമ്പോൾ, ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു പോയാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ടാർഗറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു യൂത്തിനേക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെക് സാവി എന്ന് ഉദ്ദേശിച്ചാൽ കുറച്ചുകൂടി എല്ലാം പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് എഫിഷ്യൻ്റ് ആണ്, ഇത് നല്ല ഫാസ്റ്റാണ്, അങ്ങനെയൊക്കെ എത്തിക്കാം. അതേസമയം നമ്മൾ കുറച്ചുകൂടി ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിക്കുന്നു. ഇപ്പോൾ ഒരു ഫോണിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറയുന്ന അഫോർഡബിലിറ്റി ആയിരുന്നു നമ്മൾ എടുക്കുന്നത്. അതേസമയം കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവരെന്താ, അവർ ഫീച്ചേഴ്സ് ആണല്ലോ നോക്കുന്നത്, അവിടെ പൈസ അവർ നോക്കുന്നില്ല, മീൻസ് പൈസ. ഓക്കെ, അതൊരു സെക്കൻഡ് പ്രയോറിറ്റി മാത്രമായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു ബാക്കി ഒരു ഹാഫിലേക്ക് പോകണം. അതായത് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ അനാലിസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ കറണ്ടായിട്ട് പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അതായത് നമുക്ക് ഇപ്പോഴുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പല തരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ബാക്കിൽ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന പോലെ അവരുടെ ഓരോ സ്ട്രാറ്റജീസ് വെച്ച് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന പോലെ നമ്മളുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നോക്കാം. ഈ പറയുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ കുറച്ചുകൂടി വളർത്താൻ അത് കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തുന്നത്. നമുക്കൊരു 3 ടൈപ്പിലുള്ള കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് പറയുന്നുണ്ട്. 4 ടൈപ്പുണ്ട്. 3 ടൈപ്പാണ് ഏറ്റവും മെയിൻ. നമുക്ക് ഈ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്, എമർജിങ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരെ സിമിലർ പ്രൊഡക്ട്സ് നമ്മൾ അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്നവരാണ് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് കമ്പനി സെല്ലിംഗ് ഇലക്ട്രിക് കാർസ് കോമ്പറ്റീറ്റിംഗ് അനദർ ഇലക്ട്രിക് കാർ മാനുഫാക്ചർ. ഓക്കെ, അതേസമയം ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാനൊരു പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള മിൽക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ എനിക്ക് എൻ്റെ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്ററാണ് ഈ പറയുന്ന പോലെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നമ്മുടെ പശുവിൽ നിന്നും പാലെടുക്കുന്നവർ, അവരാണ് ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. അതേസമയം എമർജിങ് കോമ്പറ്റീറ്റേഴ്സ് എന്താണ്? സ്റ്റാർട്ടപ്സ് ഓർ ന്യൂ മാർക്കറ്റ്. അതായത് നമുക്ക് സിമ്പിളാണ്. ഒരു കാലം മുമ്പ് വരെ നമുക്ക് പാലെന്ന് പറയുന്ന സാധനം നമ്മൾ പശുവിൽ നിന്ന് മാത്രമായിരുന്നു ഉൽപ്പാദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്ലാന്റ് ബേസ്ഡ് മിൽക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പശുവിനെ വളർത്തുന്നവരുണ്ടല്ലോ, പശുവിനെ വളർത്തുന്നവർക്ക് അത്രയും കാലം, അതായത് ഈ പാൽപ്പൊടി വരുന്നിടം വരെ ഒരു കോമ്പറ്റീറ്റർ ഇല്ല. അവർക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് മാത്രമേ. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ കോമ്പറ്റീറ്റേഴ്സ്, ഈ എമർജിങ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് പാൽപ്പൊടി എന്ന് പറഞ്ഞ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പാലിൻ്റെ നമ്മുടെ യൂസേജ് പോയി എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പാൽപ്പൊടിയാണ് പറയുന്ന പോലെ അവരെ സംബന്ധിച്ചിടത്തോളം എമർജിങ് കോമ്പറ്റീറ്റേഴ്സ്. ഐഡിയ കത്തിയെന്ന് വിചാരിക്കണം. ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാന്നുള്ളൊരു രീതിക്കാണ്. ഒരു ടെക് സ്റ്റാർട്ടപ്പ് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ്? അത് നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്തതാണെങ്കിൽ, നിങ്ങൾ സിമ്പിളായിട്ട് പറയാം, ഈ പറയുന്ന പോലെ എക്സലിൽ ഒരു ഡാറ്റ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ChatGPT ഇട്ട് കൊടുത്താൽ അവരത് ചെയ്ത് നമുക്ക് തിരിച്ച് എക്സലായിട്ട് അയച്ചു തരും. അപ്പോൾ ഇത് ബെസ്റ്റ് എക്സാമ്പിളാണ്, കുറച്ച് സ്റ്റാൻഡേർഡുള്ള എക്സാമ്പിളാണ് എമർജിങ് കോമ്പറ്റീറ്റീവ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, റീപ്ലേസ്മെൻറ്റ്, പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റീവ്സ്. ഓക്കെ, അത് 2 ഉണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കാം.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഐഡിയാസ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ വർക്കിംഗ് എങ്ങനെയാണ്, അവരുടെ മെത്തേഡ്സ്, ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഈ എലമെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഓവർവ്യൂ, ടാർഗറ്റ് ഓഡിയൻസ്, മാർക്കറ്റ് ഷെയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നു. ഓക്കെ, നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡാണ് SWOT അനാലിസിസ്. നമുക്ക് 3 മാർക്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കാം. ഒരു SWOT അനാലിസിസ് ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക എന്നൊരു രീതിക്ക് നമുക്ക് ചോദിക്കാം. നമ്മൾ SWOT അനാലിസിസ് എന്താണെന്ന് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് പഠിക്കുന്നതാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. ഓക്കെ, സ്ട്രെങ്ത് എന്താണെന്നറിയാം, നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതാണ്. വീക്ക്നെസ് എന്താണ്, എന്തിനാണ് നമ്മളൊരു പുറകിലേക്ക് നിൽക്കുന്നത്. ഓക്കെ, പുറകിലേക്ക് നിൽക്കുന്നതാണ്, അല്ലാതെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഭീഷണിയുള്ള കാര്യങ്ങൾ നമ്മൾ ത്രെഡ്സ് എന്നാണ് പറയുന്നത്, മാറിപ്പോകുക. ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസിബിൾ ആയിട്ടുള്ള റിസ്ക്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് SWOT അനാലിസിസ് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ മാർക്കറ്റ് പൊസിഷനിങ് ആണ്. നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൊസിഷൻ എവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങൾ ടാറ്റ എന്ന് പറയുന്നത്, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു വണ്ടിയിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടി കമ്പനികളിൽ നമുക്ക് ടാറ്റ ഒരുപാട് ഇപ്പോൾ ഉള്ളത് ഇത്രയും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പക്ഷേ ഇപ്പം അവർ പ്ലാൻ ചെയ്തു. ഓക്കെ, അവർ തിരിച്ചു വരണം അങ്ങനെ ഒരു രീതിയൊക്കെ പ്ലാൻ ചെയ്തു. അപ്പം അവർ ഒരുപാട് വണ്ടികൾ ഇറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ മുമ്പിലേക്ക് ചിന്തിച്ചു ഒരു 10 കൊല്ലത്തിനുള്ളിൽ നമ്മൾ എവിടെ എത്തണം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് പൊസിഷനിങ്. അതായത് എ വേ ഓർ പ്രൊഡക്റ്റ് ഓർ കമ്പനി ഈസ് പെർസീവ്ഡ് ബൈ കസ്റ്റമേഴ്സ് ഇൻ റിലേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്. അതുവരെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ നമുക്ക് ടാറ്റയുടെ വണ്ടി എന്ന് നമ്മൾ ആലോചിക്കുന്നു. അതാണ് അവരുടെ ഒരു വിഷയം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആണ് അവരെത്തിയത്. അപ്പോൾ അതിന് നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഒരു പൊസിഷൻ നമ്മൾ തന്നെ എത്തുന്നതിനെയാണ് ഈ പറയുന്ന മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഞങ്ങൾ എക്സാമ്പിളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് സ്റ്റെപ്സ് ടു ഡിറ്റർമൈൻ ദ മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മളുടെ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക, കസ്റ്റമറിന് എന്താണ് ചിന്തിക്കുന്നതെന്ന് ആലോചിക്കാം, ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്കൊരു വില കിട്ടും. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്, ഏറ്റവും വില കുറവ് പ്രൈസാണ് നിങ്ങൾ നോക്കിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം പ്രീമിയം ഫീച്ചേഴ്സ് വേണം, എന്നാൽ ഒരു അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ OnePlus യൂസ് ചെയ്യും. അതേസമയം ഹൈ ആയിട്ടുള്ള പൈസയും വേണം, പ്രീമിയം ഫീച്ചേഴ്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ യൂസ് ചെയ്യും. ഐഡിയ മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതാണ് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ മാർക്കറ്റ് പൊസിഷൻ, നമ്മളൊരു ഫോൺ ഇറക്കുവാണ്, നമുക്കൊരു പുതിയ ഫോൺ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എങ്ങോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾ കുറ്റം പറയരുത്, കമൻറ്റ് ബോക്സിൽ തെറിയെന്ന് പറഞ്ഞേക്കരുത്. ഓക്കെ, ഞാൻ ജനറൽ ആയിട്ടുള്ള ഐഡിയ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അതായത് അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, നമ്മുടെ ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ പ്രൊവൈഡിങ് കോമ്പറ്റീറ്റേഴ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഫ്രം ദ കസ്റ്റമർ പെർസ്പെക്റ്റീവ്. നമ്മളുടെ ഉള്ളിൽ നമുക്ക് വീക്ക്നെസ് ഇല്ലെങ്കിലും നമ്മുടെ യൂസേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പല പ്രശ്നങ്ങളും പറയാനുണ്ട്. അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വഴിയാണ് നമുക്ക് കമ്പനിയോട് സീരിയസ്ലി നമുക്ക് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഇതെങ്ങനെയൊക്കെ നമുക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഓൺലൈൻ റിവ്യൂസ് എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഗൂഗിളിൽ നമ്മളൊരു പ്ലാറ്റ്ഫോം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് റിവ്യൂസ് കാണും. അപ്പോൾ നമുക്ക് ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും റെസ്റ്റോറൻറ്റ്. ഓക്കെ, സെയിം ഐഡിയ തന്നെയാണ്. അത് നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കാം. ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ സർവേ എടുക്കാം, ഇൻ്റർവ്യൂ എടുക്കാം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ അതൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് അതൊക്കെ അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല. നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതേപോലെ ഗൂഗിൾ ഫോംസ് പോലത്തെ പരിപാടികളുണ്ട്. നിങ്ങളൊരു കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് വരത്തില്ല. ദാറ്റ്സ് ഇറ്റ്. അതായത് ഒരു റിവ്യൂ തരാമോ എന്നുള്ള രീതിക്ക്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രൈസിങ് അനാലിസിസ് ആണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്ററിൻ്റെ പൈസ ആയിട്ട് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരിക്കലും വയബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, പക്ഷെ അതേസമയം നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൂട്ടാം, അതിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇതൊന്നും ആലോചിച്ച് നോക്കുക. ഓക്കെ,
അതായത് ഈ പ്രൈസ് കൂടുന്തോറും ഈ പറയുന്ന പോലെ നമുക്ക് ക്വാളിറ്റിയും കൂടുതലുണ്ടെങ്കിൽ അത് പെനട്രേഷൻ കാറ്റഗറിയിലേക്ക് എന്ന് വെച്ചാൽ അതിവിടെ ഹൈ ആയിട്ടുള്ള സെയിൽസ് നടക്കുന്നു. അതായത് വെരി ലോ പ്രൈസിൽ ഹൈ പെർഫോമൻസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താവുക കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് ഒരു 15,000 രൂപ റേഞ്ചിലൊരു ഫോൺ കിട്ടിയാൽ നമ്മൾ അതേ മേടിക്കത്തുള്ളൂ. അതായത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് അതേ മേടിക്കത്തുള്ളൂ. പക്ഷെ അതേസമയം കുറച്ചൊരു പ്രീമിയം ഫീൽ കിട്ടണം, എനിക്ക് ഇച്ചിരി ഫീച്ചേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആപ്പിൾ ഒരു വിരോധിയായിട്ട് പറഞ്ഞാൽ ഓക്കെ, ഉദ്ദേശിച്ച് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ സിമ്പിളാണ്, അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്ററിൻ്റെ പൈസ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അവരുടെ പ്രൈസിങ് ടയേഴ്സ്, അവരുടെ ഐഡിയാസ്, പ്രൊമോഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ അതിൽ വർക്ക് ചെയ്യും. സിമ്പിളല്ലേ. പിന്നെ എന്താണ് നമ്മൾ ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന പോലെ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂണിക് പ്രൊഡക്റ്റ്, നമ്മൾ സർവീസ് നമ്മൾ കൊടുക്കുന്നു, അതിന് എന്താണ് ബാക്കിയുള്ളവരിൽ നിന്നും അതിന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന എന്താണ്? അതാണ് നമ്മുടെ ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ നമുക്ക് നടത്താം, സർവീസ് ചെയ്യാം, ബ്രാൻഡ് ചെയ്യാം, പ്രൈസിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്തൊക്കെ മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റാണ് നമ്മൾക്ക് എന്തുകൊണ്ട് ഡിഫറൻഷിയേഷൻ ചെയ്യും. അതേസമയം സർവീസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അവരുടെ ഫുഡ് കൊള്ളത്തില്ല, പക്ഷേ അവരുടെ കസ്റ്റമർ സർവീസ് കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് കസ്റ്റമർ സർവീസിൻ്റെ ഡിഫറൻഷിയേഷൻ. ഓക്കെ, അതുപോലെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ബേസിക്കായിട്ട് ഡിഫറൻഷിയേഷൻ എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യണം. നമുക്കൊരു നല്ലൊരു ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബേസിലും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ബേസിലും നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സക്സസ് ആവും. ഇനി പോട്ടെ, നമ്മുടെ പ്രൊഡക്റ്റ് ഇച്ചിരി ബാക്കിലോട്ടാണ്, നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ ദൈവമായിട്ട് കണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ 100% നമ്മൾ ഡെവലപ്ഡ് ആവും. ഓക്കെ, ഇത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. എന്താണ് ബെഞ്ച് മാർക്കിംഗ്? അതായത് പ്രോസസ് ഓഫ് കമ്പയറിംഗ് എ കമ്പനീസ് പെർഫോമൻസ് മെട്രിക്സ് ടു ഇൻഡസ്ട്രി ബെസ്റ്റ് ഓർ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവരുമായിട്ടോ, ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ടോപ്പുള്ളവരായിട്ടോ നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ സർവീസിനെ നമ്മൾ ക്വാളിറ്റിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് കൊള്ളാം അല്ലെങ്കിൽ പാവും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഞ്ച് മാർക്കുണ്ട് എന്ന് നമ്മൾ തന്നെ പറയാറില്ലേ. സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആ പ്രോസസ്സിനെ പറയുന്നത് ബെഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഈ ഡെഫിനേഷൻ തന്നെയുണ്ട്. കമ്പയർ ചെയ്യുകയാണ്, കമ്പയറിംഗ് എ കമ്പനീസ് പെർഫോമൻസ് ടു ഇൻഡസ്ട്രി ബെസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടോ കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, അതാണ് ഇവിടെ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്ലാനിങ്, നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുന്നു, നമ്മൾ അനാലിസിസ് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, ആക്ഷൻ ചെയ്യുന്നു. ദെൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, നമ്മൾ കിട്ടിയ ഡീറ്റെയിൽസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. ദെൻ നമ്മൾ അതിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും പറയുന്ന പോലെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു അത്യാവശ്യം നല്ല നിലയിലേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്? ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കാറ്റഗറി, നമുക്കൊരു ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു ബെഞ്ച് മാർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബെഞ്ച് മാർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം നമുക്ക് ഒരു ക്വാളിറ്റി, മിനിമം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ മൊഡ്യൂൾ 2 നിർത്തുവാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 നിർത്തിയതല്ല, തീർന്നു. നമുക്ക് മൊഡ്യൂൾ 3 കാണാം. താങ്ക് യു.